ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു പ്രോഡക്റ്റാണ്. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ഇപ്പോഴത്തെ സമയത്ത്, അതായത് ഗ്യാസ് കിട്ടാനില്ലാത്ത സമയത്ത്, അത് ഗ്യാസ് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടാറില്ല, ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഗ്യാസ് തീർന്നു പോയാൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഒരു പിടിയില്ല. എനിക്ക് ഗ്യാസ് തീർന്നിട്ട് ഒരാഴ്ചയായി. അപ്പോൾ എനിക്ക് ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് ചീത്തയായി. അപ്പം അങ്ങനെയപ്പോൾ എനിക്ക് ഗ്യാസിന് ഞാൻ ശ്രമിച്ചപ്പോൾ 3000, 4000, 5000 ഒക്കെ കൊടുത്താലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതും റെയറാണ്, ചിലപ്പോഴേ കിട്ടത്തുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഇൻഡക്ഷൻ കുക്കർ ചീത്തയായിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കൊണ്ടുവന്ന് SRTയിൽ, എം.ആർ.ടിയുടെ അടുത്ത കടയാണ് SRT. അവിടെ നിന്ന് മിക്കവാറും ഞാൻ മിക്സിയൊക്കെ കേടാകുമ്പോൾ നന്നാക്കാൻ പോകുന്നത് ഈസ്റ്റ് പോയിട്ട് കിഴക്കേക്കോട്ടെ. അപ്പോൾ അവിടെ ഞാൻ പോയി ഇത് നന്നാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ രണ്ട് ഇൻഡക്ഷൻ കുക്കറുണ്ട്, രണ്ടും കൊണ്ട് ഞാൻ പോവാനിടയായി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇൻഡക്ഷൻ കുക്കർ ഇപ്പം നന്നാക്കി കിട്ടത്തില്ല, അത് എന്താണ് കംപ്ലൈൻറ്റ് പോലും അവർക്ക് നോക്കാൻ സമയമില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒത്തിരി ഇവിടെ കിടപ്പുണ്ട്, അപ്പം അതനുസരിച്ച് അവർ നന്നാക്കി കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല, കാരണം ഗ്യാസ് ഇല്ല, ഇൻഡക്ഷൻ കുക്കറെല്ലാം ഇവിടെ അടുപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഒരു പുതിയ ഇൻഡക്ഷൻ കുക്കർ മേടിക്കാം, സാധാരണ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. അതും ഭയങ്കര റിസ്ക്കാണ്, നമുക്കറിയാം. അത് മീനൊക്കെ പൊരിക്കുമ്പോൾ കരിഞ്ഞു പോവും, അല്ലെങ്കിൽ പപ്പടം ചുരുമ്പ് ഒക്കെ കരിയുന്ന സംഭവമാണ്, പിന്നെ നമ്മൾ ഏത് പാത്രം വെച്ചാലും. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും 2250 അതിനാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പ്രോഡക്റ്റ് വേറെ ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ ഞാൻ പറഞ്ഞു അതേതാണെന്ന് നോക്കാം. അത് 3250 രൂപയാണ് എൻ്റെ ചാർജ്. അത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പാത്രവും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാ പാത്രവും ഉപയോഗിക്കാം. മൺചട്ടി വരെ ഇതിൽ, മീൻ ചട്ടി വരെ വെച്ച് നമുക്ക് മീനൊക്കെ ഉണ്ടാക്കാം, ഒന്നും കരി പിടിക്കുക, ഇത് കരിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്നാൽ അത് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 1000 രൂപയും കൂടെ കൊടുത്തു 3250 രൂപയ്ക്ക്. കാരണം ഇത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അന്നേരം ഞാൻ പലയിടത്തും ചോദിച്ചപ്പം 10000 രൂപ, 12000 രൂപ എന്നൊക്കെ പറഞ്ഞു ഒക്കെയാണ് അവർ പറഞ്ഞത്. ഇത് ഭയങ്കരമായിട്ട് എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം അവളും ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ വാങ്ങാൻ പോയപ്പോൾ അവൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 12000 രൂപയ്ക്കാണ് ഇത്, അതിവിടെ ഒന്നും വന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതുകൂടെ സ്റ്റോപ്പ്. പക്ഷേ ഇന്ന് ഞാനിത് പോയി മേടിച്ചിട്ട് വന്നിട്ട് എനിക്ക് നന്നായിട്ട് എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിത് കാണിക്കുന്നത്. അതായത് ഞാനിന്ന് വന്നതിന് ശേഷം ഞാൻ അലുമിനിയം പാത്രം വെച്ചിട്ട് ചട്ടി, അതായത് അലുമിനിയം ചീനിച്ചട്ടി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇതിൽ പപ്പടം പൊരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, തൈര് മുളക് ഉണ്ടാക്കി. ഒരു നമുക്കതിൻ്റെ ഇത് കൂട്ടാം. അതായത് ഇത് വെച്ച്, ഇതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് അതിൻ്റെ ഇത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എത്ര നമുക്ക് എത്രത്തോളം ചൂട് വേണം, അല്ലെങ്കിൽ എത്രത്തോളം തീ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഏത് പാത്രവും, ഞാനിന്ന് പാനിൻ്റെ നമ്മുടെ ഫ്രൈയിങ് പാന് ഗ്യാസിൽ വയ്ക്കുന്നത്, അതിൻ്റെ കോട്ടിങ്ങൊന്നുമില്ല, സാധാരണ ഫ്രൈയിങ് പാനാണ്. അത് ഞാൻ ഇതിൽ വെച്ചിട്ട് കറികളുണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ ഏത് പാത്രം വേണോ നമുക്ക്, ഒരു ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ വയ്ക്കുന്ന സ്റ്റീൽ പാത്രം മാത്രം അല്ലാതെ അല്ല, സ്റ്റീൽ തൊട്ട് അലുമിനിയം, പിന്നെ നമുക്ക് മൺപാത്രം, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സകല പാത്രം, മറ്റ് ഇതിൽ വയ്ക്കുന്ന നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്ന സകല പാത്രം ഇതിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല, നമുക്ക് പിന്നെ ഒന്നും കരിഞ്ഞു പോകാതെ, അതായത് ഇപ്പം മീൻ ഫ്രൈ ചെയ്യാം, കരിഞ്ഞു പോകത്തില്ല. ഒരു സാധനവും കരിയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഗ്രില്ല് ചെയ്യണം. ഇപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യണം, ചപ്പാത്തി നമുക്ക് എണ്ണയില്ലാതെ പൊളിച്ചെടുക്കണമെന്നൊക്കെ ഇത് ഇങ്ങനൊരു സാധനമുണ്ട്. അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇതിൽ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് ഗ്രില്ല് ചെയ്തതിന് വീഴുന്ന സംഭവം നമുക്ക് നന്നായിട്ട് തുളച്ചങ്ങെടുത്താൽ മതി എന്ന് അവർ പറഞ്ഞ്. നമുക്ക് ഫിഷ് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കണമെങ്കിൽ നന്നായിട്ട് ചൂട് വരുമെന്ന് പറയും. ചൂടുണ്ട് ഇത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ചൂട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു ഓപ്ഷനുള്ള സംഭവമാണ് ഇത്. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. കാരണം ഗ്യാസ് ഇല്ലെന്ന് വെച്ചാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഒത്തിരി കറണ്ടും ആകത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആഹാരം നമുക്ക് വെച്ചെടുക്കാൻ പറ്റും, കരിഞ്ഞു പോകത്തില്ല. എല്ലാ പാത്രവും ഉപയോഗിക്കാം. വെറും 3250 നമ്മൾ ചിലവാക്കിയാൽ മാത്രം മതി. ഇത് എം.ആർ.ടി തൊട്ടടുത്ത് SRTയിലാണുള്ളത്. ഞാനത് വാങ്ങി. അതുകൊണ്ട് എനിക്കത് വളരെയധികം, ഗ്യാസില്ലാത്ത സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് ഗ്യാസിൻ്റെ പുറകെ പോയി വെറുതെ ഒത്തിരി പൈസ കൊടുത്ത് ഗ്യാസ് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനൊരു സാധനം നിങ്ങൾ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകും. അത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുക, ഇത് ഉപയോഗിക്കുക.